അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള പ്രിയപ്പെട്ട മക്കളെ എങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരെയൊക്കെ ഉഷാറാക്കിയെടുക്കാമെന്ന നമ്മുടെ നിരന്തരമായ ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എജു ഗാർഡൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. എജു ഗാർഡൻ എന്ന് പറഞ്ഞാൽ എജു മീൻസ് എഡ്യൂക്കേഷൻ, ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോട്ടം, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളൊക്കെ ഒരു പൂന്തോട്ടക്കാരനാവണം. നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളെ മനോഹരമായി പടർത്തുയർത്തുന്നതിന് വേണ്ടി നമ്മളൊക്കെ ഒരു പൂന്തോട്ടക്കാരനായി അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ ഏറ്റവും മികച്ചവരാക്കുക എന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വ്യത്യസ്തങ്ങളായ രീതിയിലും സ്വഭാവത്തിലുമൊക്കെ വളർന്നു വരികയാണ്. അവരെയൊക്കെ നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രോഗ്രാമും ഇതിനു ശേഷം വരുന്ന പ്രോഗ്രാമുകളുമൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിന് സാധിക്കുമെന്ന് ഞങ്ങൾ ആമുഖമായിട്ട് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരികയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ആമീൻ. നമ്മൾ പോസ്റ്റർ കണ്ടു, നമ്മുടെ മക്കളുടെ പഠന പുരോഗതി എങ്ങനെ മികച്ചതാക്കാം എന്ന് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ വന്നത്. നമ്മൾ അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും നമ്മൾ അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർ പൂർണ്ണാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് പല രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിഷമം സൃഷ്ടിക്കുന്ന കാര്യവുമാണ്. അതിനൊക്കെയുള്ളൊരു പരിഹാരമാവണം നമ്മുടെ ഈ പ്രോഗ്രാം. ആകും നിങ്ങൾ കേൾക്കേണ്ടതുപോലെ കേട്ട് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് പറയട്ടെ, നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് അള്ളാഹു തന്ന വലിയൊരു നിഅ്മത്താണ്. മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്കൊക്കെ മക്കളെ തന്നത് വലിയൊരു നിഅ്മത്താണ്. അവരെ വളർത്തേണ്ടതുപോലെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ലോകത്ത് ഏകദേശം 6000ൻ്റെ മുകളിൽ സസ്തനികളുണ്ട്. സസ്തനി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് പാല് കൊടുത്ത് പോറ്റുന്ന ജീവികൾ, മനുഷ്യനെ പോലെ പാല് കൊടുത്ത് പോറ്റുന്ന ജീവികൾ 6000ൻ്റെ മുകളിലുണ്ട്. അതിൽ മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മനുഷ്യനും മനുഷ്യ കുഞ്ഞിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണം, ജീവികളിൽ മുലകുടി പ്രായം കഴിയലോടുകൂടി വിദ്യാർത്ഥികൾ മുലകുടി പ്രായം കഴിയലോടുകൂടി അവരുടെ കുട്ടികൾ സ്വന്തം അമ്മയിൽ നിന്നും പൂർണ്ണമായും മുക്തരായി. പിന്നെ അവർക്ക് അമ്മയുടെ ആവശ്യം വരുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ പൂച്ച പ്രസവിച്ചാൽ കുറച്ച് ദിവസം 1-2 ആഴ്ച അമ്മ പാല് കൊടുക്കും. അടുത്ത ആഴ്ച മുതൽ പിന്നെ അമ്മയും കുട്ടിയും തമ്മിൽ വലിയ കണക്ഷനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ മുലകുടി പ്രായം, മനുഷ്യക്കുട്ടിയുടെ മുലകുടി പ്രായം 2 വയസ്സ് വരെയാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്കാണ് സൂചന നൽകുന്നത്. 2 വയസ്സ് വരെയാണ് ഒരു കുട്ടിക്ക് മുല കൊടുക്കേണ്ടത്. അതിനുശേഷം ആ കുട്ടി സ്വയം പര്യാപ്തനായി എന്ന് പറഞ്ഞ് നമ്മൾ മുഖം തിരിച്ചു നിന്നാൽ ഒരിക്കലും ആ കുട്ടിയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം 2 വയസ്സെന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായമാണ്, ചെറിയ ബാല്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബാല്യമുള്ള കുട്ടിത്ത പ്രായമുള്ള ജീവി അത് മനുഷ്യനാണ്. ഏകദേശം 10-12 വയസ്സ് വരെ കുട്ടി തന്നെയാണ്. അതിനുശേഷമാണ് അഡോളസൻസ് ഒക്കെ ആരംഭിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ കുട്ടിത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിത്തമുള്ള ജീവി മനുഷ്യനാണ്. മുലകുടി പ്രായത്തോടു കൂടി തന്നെ എല്ലാ ജീവികളും സ്വയം പര്യാപ്തനാവുന്നു, പക്ഷെ മനുഷ്യൻ പര്യാപ്തനാവുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ജന്മനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ എങ്ങനെ ആകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ അവർക്ക് തന്നെ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൂമ്പാറ്റ പറന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തേൻ നുകരാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. മത്സ്യം ജന്മനാ തന്നെ അത് നീന്തുവാനുള്ള കഴിവുമായിട്ടാണ് ജനിച്ചു വരുന്നത് എന്നുള്ളതാണ്. തേനീച്ച അതിൻ്റെ തേൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് ജന്മനാ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യക്കുട്ടി അങ്ങനെയല്ല. ആ കുട്ടിയെ നമ്മൾ എങ്ങനെ പരിപാലിച്ച് പരിശീലിപ്പിച്ചെടുക്കുന്നു അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും.
നമ്മളൊന്നും മനസ്സുകൊണ്ട് അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പം കുട്ടികളെന്ന് പറയുന്നത് മഹാത്ഭുതമാണ് എന്നാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. അവരുടെ പ്രായം, അവരുടെ സമയം, അവരുടെ പരിശീലിപ്പിക്കേണ്ട രീതി, അതൊക്കെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവരിൽ നിന്നും ഭാവിയിൽ നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക എന്നർത്ഥം. ഇനി സയൻറ്റിഫിക് പരമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറ് 1500 ഗ്രാം, ഏകദേശം ഒരു 1.5 കിലോ ആണ് മനുഷ്യൻ്റെ തലച്ചോറ് ഏകദേശം ഭാരമുണ്ടാവുക. 1450 60 ഒരു 1.5 കിലോ നമുക്ക് കൂട്ടാം. 1.5 കിലോനാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറുണ്ടാവുക. ജനിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 350 ഗ്രാം തലച്ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പഠനം. അതായത് ജനിച്ചതിൻ്റെ ഒരു 4 ഇരട്ടിയൊക്കെ ശേഷം കുട്ടിയുടെ തലച്ചോറ് വളരാനുണ്ട് എന്നർത്ഥം. നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ്. ഓക്കെ. എന്നാൽ മറ്റെല്ലാ ജീവികളുടെയും ജന്മനാ തന്നെ ഒരു 80-70% തലച്ചോറ് കൂടിയവിടാൻ അവരൊക്കെ ജനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റ് ജീവികളുടെ ഒക്കെയും. അപ്പോൾ ജനിച്ചതിന് ശേഷമാണ് ഒരു കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണാർത്ഥത്തിൽ വികസിക്കുന്നത്. അപ്പോൾ അതും 12 വയസ്സിന് മുമ്പായിക്കൊണ്ട് ആണ് ഈ ഒരു വികാസം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്താണ് ഒരു കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ ആ കുട്ടിയെ പരിശീലിപ്പിക്കുന്നതും ആ കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കുന്നതും ആ കുട്ടിക്ക് കൊടുക്കുന്ന ചിന്തകളും ആ കുട്ടിക്ക് കൊടുക്കുന്ന നന്മയും അതുപോലെ തിന്മയും, അതാണ് ആ കുട്ടിയുടെ തലച്ചോറ് രൂപപ്പെടുത്തുന്നത് എന്നതാണ് വസ്തുത. ഓക്കെ, നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള 12 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ അത്രക്കും ഗൗരവത്തിൽ നമ്മൾ എന്താക്കണം, അവരോട് പെരുമാറണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി തലച്ചോറിൻ്റെ ഭാരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ നീളവും അതിൻ്റെ ചുറ്റളവൊക്കെ എടുത്തു നോക്കിയാൽ ജനിക്കുന്ന സമയത്ത് 30 സെൻറ്റിമീറ്റർ 33 സെൻറ്റിമീറ്ററൊക്കെയാണ് മാക്സിമം അതിന് നീളുണ്ടാവുക നമ്മുടെ തലച്ചോറിന്. ഇതിനി വളർന്ന് വികസിച്ച് ഏകദേശം ഒരു 56 സെൻറ്റിമീറ്ററോളം അതിന് തലച്ചോറിന് നീളം വെക്കും എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനിച്ചതിന് ശേഷമാണ് ഒരുപാട് എന്താവുന്നത്, വികസിക്കുന്നത് എന്നർത്ഥം. അതാണ് നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഒരു 12 വയസ്സിന് ശേഷം ഒരു 56 കിലോനൊക്കെ ആയി. പിന്നെ ഒരു 112 വയസ്സ് വരെ ജീവിച്ചാലും 56 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും ഏകദേശം അവിടെ ഉണ്ടാവുക. പിന്നെ കുറഞ്ഞ ഒരു മാറ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 12 വയസ്സിന് മുമ്പുള്ള സമയത്തോടു കൂടി, ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്തോടു കൂടി ഏകദേശ കാര്യങ്ങളൊക്കെ തീരുമാനമായി എന്നർത്ഥം. ഓക്കെ. ഇനി നമ്മുടെ തലച്ചോറ് ചെറിയ രീതിയിൽ ഒന്നുകൂടെ വിശദീകരിക്കാം. തലച്ചോറിൻ്റെ ഉള്ളിൽ ന്യൂറോണുകളുണ്ട്, ഒരുപാട് ന്യൂറോണുകളുണ്ട്. ആ ന്യൂറോണുകൾ ചലിക്കുന്നതിനനുസരിച്ചാണ് കുട്ടിയുടെ ബുദ്ധി വികസിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ ജനിച്ച ഒരു 6 മാസമൊക്കെയുള്ള കുട്ടിയുടെ തലച്ചോറും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ, കുട്ടിയുടെ തലച്ചോറ് കൂടുതൽ ശക്തിയാക്കാൻ, കുട്ടിക്ക് ആ സമയത്ത് ശബ്ദങ്ങൾ അതുപോലെ തന്നെ നിറങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയ ചെറിയ കഴിവുകൾ വളർന്നു വരുന്നേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കുട്ടി ചുവന്ന നിറം അതുപോലെ തന്നെ മഞ്ഞ നിറം, പച്ച നിറമൊക്കെ കൂടുതൽ കാണുകയാണെങ്കിൽ അത് കാണുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് കൂടുതൽ പ്രവർത്തിക്കുമെന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ സമയമൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ എന്താവേണ്ടതാണ്, എടുക്കേണ്ട സമയമാണ്. നമ്മൾ പൊതുവെ പ്രസവത്തിൻ്റെ സമയം മുതൽ, കുട്ടി ഗർഭത്തിലുണ്ടാകുന്ന സമയം മുതലേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നവരാണ്, നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടവരാണ്. ഒരുപാട് നമ്മൾ പഠിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് വലിയ ഹറർ മൂവികൾ, ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, അതൊന്നും കേൾക്കരുതെന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. രസകരമായിട്ട് പറയാറുണ്ട്, ഉമ്മ കുട്ടിയെ ഇടത്തെ ഭാഗത്ത് നെഞ്ചോട് ചേർത്ത് കിടത്തുന്ന സമയത്ത് കുട്ടിയുടെ കരച്ചിൽ നിൽക്കുമെന്നാണ്. ഏറെക്കുറയും വലത്തെ ഭാഗത്ത് ചാർത്തി കിടത്തുന്ന സമയത്ത് അങ്ങനെ നിൽക്കണം എന്നില്ല എന്നാണ്. എന്താ വ്യത്യാസം? അതായത് വയറ്റിനുണ്ടാവുന്ന സമയത്ത് ഉമ്മയുടെ ഹാർട്ട് ബീറ്റ് കേട്ടിട്ടാണ് കുട്ടി വയറ്റിൽ കിടന്നത്. ഇങ്ങനെ കിടത്തുന്ന സമയത്ത്, ഇടത്തെ ഭാഗത്ത് കിടത്തുന്ന സമയത്ത് ഉമ്മയുടെ ഹാർട്ട് ബീറ്റ് പണ്ട് ഗർഭത്തിൽ ഉണ്ടായ സമയത്ത് കേട്ട അതേ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ കേൾക്കുകയാണ്.
അപ്പോൾ കുട്ടിക്കൊരു സമാധാനമാണ്, ശ്വാസം ഒരു റാഹത്തിലാവാനുള്ള ഒരു ഘട്ടമാണത്. അതുകൊണ്ടാണ് ഇടത്തെ ഭാഗത്ത് കിടത്തുമ്പോൾ വലത്തെ ഭാഗത്ത് കിടത്തുന്നതിനേക്കാൾ കൂടുതൽ എന്താണത് കുട്ടി കരയാതിരിക്കുന്നത് എന്നൊക്കെ കുട്ടികളുടെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറഞ്ഞു വരുന്നത്, ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ സമയത്ത് നമ്മൾ കുട്ടിയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നോ അതുപോലെ ആയിരിക്കും കുട്ടിയുടെ ഭാവി ജീവിതം, കുട്ടിയുടെ സ്വഭാവം, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അങ്ങനെ വേണ്ട എല്ലാം ആ സമയത്താണ്. ഈ പ്രായത്തിൽ അവർക്ക് ഏറ്റവും നല്ല മെൻറ്ററിങ്ങും ഏറ്റവും നല്ല കൂട്ടുകാരുമൊക്കെയായി രീതിയിൽ കൂട്ടുകാരോടൊക്കെ പെരുമാറുന്നത് പോലെയുള്ള രീതിയിൽ നാം അവരോട് പെരുമാറുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും യുവത്വത്തിലും മറ്റുമൊക്കെ അവരെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്ന മക്കളാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ പൊതുവെ പാരൻറ്റിങ് ക്ലാസ് കേട്ടവരും പങ്കെടുത്തവരൊക്കെ ആയിരിക്കും. പാരൻറ്റിങ്, ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന സയൻസാണ് പാരൻറ്റിങ് ക്ലാസ്. പാരൻ്റ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, ഉപ്പ ഉമ്മ, ഓക്കെ, അവർക്കാണ് പാരൻ്റ് എന്ന് പറയാം. മറ്റുള്ളവരൊക്കെ പാരൻ്റ് ആവില്ല, ഗാർഡിയൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയല്. പാരൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഉമ്മയും ഉപ്പയുമാണ്. അവരിൽ നിന്നും വരുന്ന സയൻസാണ് പാരൻറ്റിങ് ക്ലാസ്, പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഏകദേശം 1990 ശേഷമാണ് ഈ പാരൻറ്റിങ് എന്നുള്ള സംവിധാനം ഒരു ക്ലാസ് സയൻസായിട്ട് ഇവിടെ വ്യാപിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇങ്ങനൊരു ശാഖ വരാനുള്ള കാരണമെന്നത് നമ്മൾ പഠിച്ചാൽ തിരിയും. 1970കളിലാണ് ഏകദേശം യൂറോപ്പും അമേരിക്കയിലൊക്കെ ഒരു ഫ്രീ സെക്സ് ആയിരുന്നു. ആരോടും എങ്ങനെയും ബന്ധപ്പെടാം, മക്കളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത, മക്കളുണ്ടാക്കിയാൽ നമ്മുടെ യത്തീംഖാനയൊക്കെ പോലെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ചൈൽഡ് കെയറുകൾ ഉണ്ടായിരുന്നു. അവിടെ മക്കളെ ചേർക്കുന്നു, അവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും അവിടെ കൊടുക്കുന്നു. ഭക്ഷണം, ഏറ്റവും വേണ്ട പ്രോട്ടീനുകളൊക്കെ അടങ്ങിയ നല്ല ഭക്ഷണം കൊടുക്കുന്നു. കുട്ടികളുടെ മൈൻഡ് സെറ്റാവാൻ വേണ്ട എല്ലാവിധ എക്സസൈസുകളും സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് കുട്ടി വളരെ ഹാപ്പി ആയിട്ട് എന്താകുന്നു, വളരുന്നു. രക്ഷിതാക്കളുടെ ആവശ്യമില്ല, അവർ അവരുടെ ജീവിതവുമായിട്ട് പോകുന്നു. കുട്ടികളെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ചൈൽഡ് കെയറിലൊക്കെ ചേർക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു 1970കളിൽ വളരെ ഫ്രീ സെക്സ് ആയിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ ഇങ്ങനെ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വളർന്നു വന്ന കുട്ടികൾ 1970 കഴിഞ്ഞ് 90കളിലാവുന്ന സമയത്ത് ഏകദേശം കുട്ടികൾക്ക് 20 വയസ്സാകുന്ന സന്ദർഭത്തിൽ അവർ സ്കൂളുകളിലും കമ്മ്യൂണിറ്റിയുടെ ഇടയിലും സാമൂഹികമായിട്ടൊക്കെ ഇടപഴകുന്ന സമയങ്ങളിലൊക്കെ അവർ വളരെ വീക്കാണെന്നാണ് കണ്ടെത്തിയത്. എല്ലാവിധ ആരോഗ്യമുണ്ട്, മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് വാങ്ങുന്നുണ്ട്, മറ്റ് അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയില്ല. സങ്കടം വരുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്ന് അവർക്കറിയില്ല. മറ്റുള്ള ആളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഞാൻ മാത്രമാണ് ശരിയെന്നൊക്കെ പറയുന്ന ഒരു ഇടുങ്ങിയ ഒരു മനസ്സുമായിട്ടാണ് ഇവർ ജീവിക്കുന്നത് എന്ന് ഈ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി 1990കളിൽ. അവിടുന്ന് മുതലാണ് ഈ പാരൻറ്റിങ് എന്നുള്ള ഒരു ശാഖ തന്നെ രൂപപ്പെടുന്നത് എന്നാണ്. ഒരാളുടെ വിജയത്തിന് ബാപ്പ ഉമ്മയാണ് ഏറ്റവും പ്രധാനം, പാരൻസാണ് ഏറ്റവും പ്രധാനം, മറ്റുള്ളത് പോലെ തന്നെ എന്ന് മനസ്സിലാക്കിയത് ഈ 90കൾക്ക് ശേഷമാണ്. അവിടെ നിന്ന് മുതലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പാരൻറ്റിങ് സ്റ്റേജുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായിട്ട് ഈ ഒരു പഠന മേഖല വന്നതെന്നതാണ്. അതായത് 70കളിൽ കുട്ടികളെ സ്വതന്ത്രമായി വ്യത്യസ്ത സ്ഥാപനങ്ങളിലൊക്കെ ചേർത്തു, അങ്ങനെ അവരുടെ ഇഷ്ടത്തിനൊക്കെ വളർത്തിയപ്പോഴും എല്ലാം കൊടുക്കേണ്ടത് കൊടുത്തപ്പോഴും അവർക്ക് പാരൻസിൻ്റെ യഥാർത്ഥ സ്നേഹവും പരിഗണനയും കിട്ടാതെ വളർന്നു എന്നതുകൊണ്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെ മോശമായ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഓരോ പാരൻറ്റും എങ്ങനെ ഏതൊക്കെ രീതിയിൽ കുട്ടികളോട് പെരുമാറണം എന്നത് ഒരു പഠന വിഷയമായിട്ട് പുറത്തു വന്നു എന്നാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പോൾ ഏകദേശം 1970കളിലൊക്കെ ഉണ്ടായ അതേ അവസ്ഥയാണ് നിലവിലിപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേരിന് ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട്, പക്ഷേ കുട്ടി ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൺട്രോൾ കിട്ടുന്നില്ല, സമൂഹം ആവശ്യപ്പെടുന്നത് പോലെ ആവണില്ല, സ്വഭാവമൊക്കെ വളരെ മോശമാവുന്നു, പരീക്ഷയ്ക്ക് തോറ്റത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട ആളോട് കൂടെ ഒഴിച്ചോടുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥത തരാത്ത രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു. അന്ന് അവിടെ പാരൻസ് ഇല്ലാത്ത ഒരവസ്ഥ, ഇന്ന് പാരൻ്റ് ഉണ്ടായിട്ടും ഈ ഒരവസ്ഥ. അതാണ് ഈ ഒരു വിഷയത്തെ അത്രമേൽ ഗൗരവത്തിലെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ മുന്നോട്ട് വരുന്നത് എന്നാണ് ആമുഖമായിട്ടൊക്കെ പറയാനുള്ളത്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്തെ ഒരു കുട്ടിയെ നമ്മൾ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിച്ചാൽ, നോക്കേണ്ടതുപോലെ നോക്കിയാൽ, അവരെ അറിഞ്ഞ് അവർക്ക് വേണ്ടത് കൊടുത്താൽ
100% ഗ്യാരണ്ടി. കാരണം നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ കലാവും കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് വിചാരിച്ചതുപോലെ പഠിക്കുന്ന കുട്ടിയായി, വളരെ സ്മാർട്ടായ കുട്ടിയായി, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന കുട്ടിയായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ബേജാറാണ്, അല്ല ഉസ്താദേ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ 12 വയസ്സൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിനൊക്കെ പരിഹാരമുണ്ട് ഒരു പരിധി വരെ. പക്ഷെ 12 വയസ്സിന് മുമ്പ് നിങ്ങൾക്കൊരു സാധനത്തെ കിട്ടിയാൽ, ഒരു കുട്ടിയെ കിട്ടിയാൽ, അതിനെ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഈവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പോലും നമുക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം, തർബിയത്തുൽ ഔലാദ് എന്നുള്ള വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന നിഗമനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, പോയിൻ്റാണ്, അവിടെ മാറ്റി വെക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. ഇനി നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്, ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് വല്ലാത്തൊരു കാലത്താണ് അവർ ജനിക്കുന്നത്. നമ്മുടെ ജനിച്ചത് പ്രായത്തിലോ നമ്മുടെ ജനിച്ചൊരു കാലത്തിലല്ല, കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. നമ്മൾ ജനിച്ച ഒരു ചുറ്റുപാടിലേക്ക് ഇന്ന് ജനിക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കാൻ നമ്മൾ നോക്കരുത്. അതാണ് ഇന്നത്തെ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ തെറ്റിപ്പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാരണം. നമ്മൾ മനസ്സിലാക്കി വെച്ച, നമ്മൾ പഠിച്ചു വെച്ച കാലത്തേക്ക് കുട്ടികളെ പിറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഒരു ജനറേഷൻ, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 15 വർഷമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ 1980-ൻ്റെയും 94-ൻ്റെ ഇടയിലും ജനിച്ച ആൾക്കാരുണ്ടാകും. 1980, 94, അത് ജനറേഷൻ വൈ എന്നാണ് അറിയപ്പെടുന്നത്, ഒരു 15 വർഷക്കാലം. ഇനി 95 to 2009 വരെ ജനിച്ചവരെ ജനറേഷൻ സെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2010 ശേഷം ജനിക്കുന്ന കുട്ടികൾ, 2024 ഇപ്പോൾ ജനിച്ചു വരുന്ന ഇതുവരെയുള്ള ഈ കുട്ടികളെ ജനറേഷൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത്. ജനറേഷൻ ആൽഫ, ഇതൊരു പുതിയ എഡിഷനാണ്, നമ്മളൊന്നും പരിചരിച്ച ഒരു എഡിഷനല്ല. 2010 മുതൽ ഇങ്ങോട്ട് ജനിച്ചു വരുന്ന കുട്ടികളെന്ന് പറയുന്നത് നമുക്കൊക്കെ ഫാൾട്ട് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ഇവരെ നമ്മൾ കണ്ട കാഴ്ചപ്പാട്, നമ്മൾ അനുഭവിച്ചതിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ രണ്ട് രീതിയാണ്. അവരെങ്ങനെ നമ്മളോട് മെരുകൂല, നമ്മൾ അവരോട് മെരുകൂല. അപ്പോൾ ഇവരുടെ പൾസുകൾ മനസ്സിലാക്കണം. ഈ ജനറേഷൻ ആൽഫയുടെ പൾസുകൾ മനസ്സിലാക്കണം. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ അനിഷ്ടങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടൊക്കെ ഒരു കളി കളിച്ചിട്ട് അവരെന്താക്കണം, ഉഷാറാക്കണം. എന്നാലേ അവരെ നമ്മുടെ കൺട്രോളിൽ കിട്ടുകയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ജനറേഷൻ ആൽഫയെ എങ്ങനെ രൂപപ്പെടുത്തണം, എങ്ങനെ വളർത്തണം എന്നുള്ളതാണ് മറ്റൊന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം. അപ്പം ജനറേഷൻ ആൽഫയെ ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താക്കണം, ഏറ്റവും മിടുക്കരാക്കാൻ വേണ്ടി ശ്രമിക്കണം. ജനറേഷൻ ആൽഫ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കുന്നതൊന്നുമല്ല. ഏറ്റവും രീതിയിൽ പറഞ്ഞാൽ അവർ മൊബൈൽ യുഗത്തിലാണ് ജനിച്ചത്. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമായിരിക്കും ഏറെക്കുറെ മൊബൈൽ കണ്ടതും പരിചരിച്ചതുമൊക്കെ. അവർ ജനിക്കുന്നത് തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ്. അപ്പോൾ അതിൻ്റെ മാറ്റം, ആ ഒരു സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ആ ഒരു നെറ്റ്വർക്കിൻ്റെ വ്യത്യാസം അവരിലുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെവിടെ എങ്ങനെയെന്നൊക്കെ ഉള്ള ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളൊക്കെ ഇതിലേക്ക് കുടിയേറി പാർത്തവരാണ്. 1990, 80, 98 ജനിച്ച നമ്മൾ ഇതിലേക്ക് കുടിയേറി വന്നതാണ്. അവരുടെ നാടാണിത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവരാണ് 2010, 24 ഇടയിൽ ജനിക്കുന്ന, അവരുടെ യുഗമാണിത്. നമ്മളൊക്കെ ഈ യുഗത്തേക്ക് മൊബൈലൊക്കെ സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടവരാണ്. അവർ ഓൾറെഡി ഈ യുഗത്തിലാണ്. നമ്മൾക്ക് തന്നെ അറിയാലോ, നമ്മുടെയൊക്കെ ലേബർ റൂമിൽ നിന്ന് ആദ്യം എടുക്കുന്ന സെൽഫി കുട്ടിയുടേതായിരിക്കും. കുട്ടി ഫസ്റ്റ് തന്നെ പലരെയും കാണുന്നതിന് മുമ്പ് കുട്ടിയുടെ മുന്നിൽ ഫ്ലാഷ് ക്യാമറ അടിയുന്നു എന്നതാണല്ലോ വസ്തുത. ഓക്കെ, അപ്പോൾ ഇത്രേ ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അപ്പോഴേ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരികയുള്ളൂ എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ, ആകത്തുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇനി ഇവരെ എങ്ങനെ നമ്മൾ പരിശീലിപ്പിക്കണം എന്നതാണ് നമ്മുടെ ഈ വിഷയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഭാഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ജനിച്ചത് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായം, മറ്റൊന്ന്
ഈ ഒരു ജനറേഷൻ, ഈ ഒരു യുഗത്തിലുള്ള കുട്ടികൾ മരിക്കേണ്ടതായ ഒരുപാട് ടിപ്സുകളുണ്ട്. അവർ പെട്ടെന്ന് വഞ്ചിതരാകുമെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് അവരെന്താവും, സ്ട്രൈക്ക് ചെയ്യും. നമ്മളൊന്ന് ചിരിച്ചു കൊടുത്താൽ തന്നെ ഇവർക്ക് ഒരു 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 പ്ലാസ്റ്റിക്കുകളായി മാറാണ് ഇവർ. നമ്മളെപ്പോലെ ഒരുപാട് കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ പ്രായത്തിൽ. ഓക്കെ, നമ്മുടെ യുഗത്തിലുണ്ടായിരുന്ന, നമ്മുടെ കാലത്തിലുണ്ടായിരുന്ന യുഗം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വ്യത്യാസമുള്ള പോലെയൊന്നും തോന്നാൻ പാടില്ല. പക്ഷെ അത് വലിയൊരു വ്യത്യാസം തന്നെയാണ് വാസ്തവത്തിൽ. ഒരു 15 കൊല്ലത്തിൻ്റെ വ്യത്യാസമാണെങ്കിൽ പോലും അത് വല്ലാത്ത സ്വാധീനം കുട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടിത്തത്തിലുണ്ടായിരുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ മരിക്കെടുക്കേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറയാം, ഈ ഒരു പ്രായമുള്ള കുട്ടീനോട് മോനെ ഒരു ടാബ്ലറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി പോയിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും. സാംസങ്ങിൻ്റെ ആണോ, മൊബൈലിൻ്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ. നമ്മളോടൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പെട്ടെന്ന് നമ്മൾ മരുന്ന് ടാബ്ലറ്റ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വേർഡ്സുകൾ, നമുക്ക് തിരിയാത്ത വേർഡ്സുകൾ, ആക്ഷൻസുകൾ, ചീത്ത പറയാനൊന്നും ഇപ്പോൾ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. കൈകളും കാലുകളൊക്കെ കൊണ്ടൊക്കെ വളരെ രസകരമായിട്ട് അവരൊക്കെ പറയുന്നതാണ് പഠനങ്ങൾ പറയണത്. നമ്മുടെ സ്കൂളുകളിലും മദ്രസകളിലൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, 2 പോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ടോയ്ലറ്റിൽ പോട്ടെ എന്നാണ്. അവർക്ക് ഒരുപാട് ടേംസുകളാണ്. അപ്പോൾ അവരുടെ യുഗത്തിലേക്ക്, അവരുടെ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പഴഞ്ചനാകും. അവരുടെ കണ്ണിലെന്താവും, പഴഞ്ചനായി മാറും. ഒന്നും പറഞ്ഞാൽ തിരിയൂല. ഇവരെന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കും. ഉപ്പയാണ് ഉമ്മയാണെന്നൊക്കെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയാൻ ഇവർക്ക് മടി വരും എന്നർത്ഥം, ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഇവർ കുറച്ചൊരു ഉഷാറൊക്കെ ആകുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിലുണ്ടാവില്ല, ബോറാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധസദനങ്ങളിലൊക്കെ ഇവർ കൊണ്ടാക്കുന്നു. തണലിന് എന്ന് പറഞ്ഞൊരു വൃദ്ധസദനമുണ്ട്, നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ട്, പല ഭാഗങ്ങളിലുണ്ട്. ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വല്ലാതെ വിഷമം വരും. കാരണം നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു ഇവർ, ടീച്ചറായിരുന്നു. പക്ഷെ മക്കളിപ്പോൾ വളർന്ന് ഉഷാറായി, നമ്മളെ വേണ്ട, നമ്മളിവിടെ കൊണ്ടാക്കി. പക്ഷെ എനിക്ക് പരിഭവം ഒന്നും ഇല്ലട്ടോ എന്ന് അവർ വളരെ ചിരിച്ചിട്ട് പറയുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ്. കഴിയുമെങ്കിൽ മക്കളൊക്കെ കൂട്ടിയിട്ട് അത്തരം സെൻ്ററുകളിലൊക്കെ പോയാൽ അത് ഈ 12 വയസ്സിന് മുമ്പും കൂടി ആണെങ്കിൽ 100% ഫലിക്കും. എന്നിട്ട് പറയാം, മോനെ കണ്ടാ, ഈ നമുക്ക് ഒരു ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ വലുതായാക്കുമ്പോൾ ആ കുട്ടിക്ക് അമ്മനെ വേണ്ടാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവരിടയിൽ നിന്ന് ആകെ പ്രയാസപ്പെടല്ലേ, എന്തൊരു വിഷമല്ലേ, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുമോ എന്ന് വളരെ സെൻറ്റിയായിട്ടൊന്ന് ചോദിച്ചാൽ, എൻ്റെ ഉമ്മാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തം തരും. ആ മുത്തം മതി. ഭാവിയിൽ ഒരു 10-30 വയസ്സാകുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു ചിത്രം ഉണ്ടാവും, ഒരിക്കലും ഉമ്മാനെ കൊണ്ടാക്കൂല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു പ്രായം, ഈ ഒരു സമയം, അത് നമ്മൾ എന്താക്കണം, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരെ അറിഞ്ഞിട്ടുള്ള, അവരെ മനസ്സിലാക്കിയിട്ടുള്ള, അവരുടെ ആ പ്രായത്തിൻ്റെയും അവരുടെ ഈ ജനറേഷൻ്റെയും ഒക്കെ ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ വളർത്തിയെടുത്താൽ, 12 വയസ്സിന് മുമ്പ് വരെയുള്ള സമയത്ത് വളരെ ഉഷാറാക്കി വളർത്തിയെടുത്താൽ ഭാവിയിൽ അവർ ഉഷാറായിരിക്കും. ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ആയിരിക്കും. ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതം, പക്ഷേ അവരുടെ പഠനത്തിൽ ഉഷാറായിരിക്കും. അവരുടെ ചിന്തകളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സ്വഭാവങ്ങളൊക്കെ ഉഷാറായിരിക്കും. അപ്പോഴാണ് ആ കുട്ടി ദുആ ചെയ്യുക, അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ദുആ ചെയ്യും. എന്താ ദുആൻ്റെ അർത്ഥം? മറ്റ് പല ദുആയിനും ഇല്ലാത്ത ഏറ്റവും വലിയ അർത്ഥമുള്ളൊരു ദുആ ആണിത്. വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു ദുആ ആണിത്. റബ്ബിർഹംഹുമാ, ഞങ്ങളോട് കരുണ ചെയ്യണേ. കമാ റബ്ബിർഹംഹുമാ, നീ ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ ചെയ്യണേ. റബ്ബിർഹംഹുമാ, ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണ ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറ, ചെറിയ പ്രായത്തിൽ എന്നോട് കരുണ ചെയ്തതുപോലെ. അപ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടിയോട് കരുണ ചെയ്യാത്ത ഒരു മാതാവിന് വലിയതായതിനു ശേഷം കുട്ടിയുടെ ഈ പ്രാർത്ഥന കിട്ടൂല. കാരണം ഈ ദുആ കണ്ടീഷണൽ ദുആ ആണ്. കുട്ടിയോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ. എന്നോട് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും ബാപ്പയും കരുണ കാണിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ എന്നാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഈ ദുആൻ്റെ ഉത്തരം കിട്ടില്ല എന്നല്ലേ അതിൻ്റെ വസ്തുത. വളരെ ഗൗരവത്തിലെടുക്കണം. ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കരയുമ്പം പാല് കൊടുക്കലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കലോ അല്ല. വലിയ പ്രായത്തിലേക്ക് കുട്ടി എത്തുന്ന സമയത്ത് കുട്ടിയെ ക്ലാസ്സിൽ മിടുക്കനാക്കുന്ന, കുട്ടിയുടെ സമൂഹത്തിൽ അവന് നിലയും വിലയും കൊടുക്കുന്ന അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട പ്രായമാണ് ഈ കുട്ടിത്തം. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സമയത്ത് ഈ കുട്ടിയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ
ഈ കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഭാവിയിൽ കുട്ടി വലുതാവുമ്പോൾ നാലാളിടയിൽ ഓനിക്ക് വോയിസ് ഉണ്ടാവില്ല, ഓൻ്റെ ശബ്ദം, ഓൻ്റെ അഭിപ്രായത്തിനൊരു നിലയും വിലയും ഉണ്ടാവില്ല. ഇജെന്ത് കാഴ്ചപ്പാടാടോ, അണക്കെന്ത് കഴിവാടുള്ളത് എന്ന് പലരും ചോദിക്കുമ്പോൾ ഈ കുട്ടി ടെൻഷൻ അടിക്കും. എന്നെ വളർത്തേണ്ടതുപോലെ വളർത്താത്തത് കൊണ്ടാണല്ലോ, ആ കരുണ എന്നോട് മാതാപിതാക്കൾ ചെയ്തിട്ടില്ലല്ലോ. അവിടെയാണ് വിഷയം. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രായത്തിലുള്ള മക്കളോട് അവരെ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഭാവിയിൽ കിട്ടും. അപ്പോൾ അവർക്ക് നമ്മളോട് പൂർണ്ണാർത്ഥത്തിലുള്ള സ്നേഹവും റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ മക്കളെ പോറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തു, ഇടയ്ക്കിടയ്ക്കൊരു മുത്തൊക്കെ കൊടുത്തു, അതല്ല സത്യത്തിൽ. അത് മാത്രമല്ല സത്യത്തിൽ അവരുടെ ജീവിത വീക്ഷണങ്ങളും എങ്ങനെ പെരുമാറണം എന്നുള്ളതും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ കുട്ടി ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടിയൊക്കെ ആവുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് നിങ്ങൾ. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? പൂർണ്ണാർത്ഥത്തിലുള്ള സന്തോഷം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മുടെ ക്ലാസ് ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും കൂടി പറയട്ടെ. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. 12 വയസ്സിന് മുമ്പുള്ള സമയം, അതേപോലെ തന്നെ കുട്ടികളെ അറിഞ്ഞിട്ട് പെരുമാറണം എന്നുള്ളത്. ഇനി 12 വയസ്സ് കഴിഞ്ഞവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ 12 വയസ്സിന് മുമ്പുള്ള ഈ കുട്ടികളോട് തന്നെ ഏതൊക്കെ രീതിയിൽ പെരുമാറണം, ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത് പലരും പറയുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കൾ കുട്ടികളോട് ഫ്രണ്ട്സ് ആവണം. ഞാൻ പറയുന്നു ഫ്രണ്ട്സ് ആവേണ്ട. ഫ്രണ്ട്സിനെ പോലെ ആയിക്കോ, പക്ഷെ ഫ്രണ്ട്സ് ആവേണ്ട. കാരണം എന്താണെന്നറിയോ? അവർക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ സ്കൂളിൽ നിന്ന് കിട്ടും, കോളേജിൽ നിന്ന് കിട്ടും, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഫ്രണ്ട്സുകൾ ഒരുപാട് കിട്ടും. പക്ഷെ പേരൻസിനെ നിങ്ങളും ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും അല്ലാതെ പേരൻസിനെ ആ കുട്ടികൾക്ക് മറ്റെവിടുന്ന് കിട്ടില്ല. അതുകൊണ്ട് ഉമ്മയും ബാപ്പയും കുട്ടിയുടെ ഫ്രണ്ട്സ് ആവുന്നതിനേക്കാളും വേണ്ടത് പേരൻസ് ആവുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഫ്രണ്ട്സ് ആവലിൽ നിന്നും ചങ്ങാതി ആവലിൽ നിന്നും പേരൻ്റ് ആവലിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരിക്കും? ഒരു കുട്ടിയുടെ ചങ്ങാതിയായി നമ്മൾ നിൽക്കുന്നതും പേരൻ്റായി നമ്മൾ നിൽക്കുന്നതും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ് ഹാർട്ട് ഓഫ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഒരു പാരൻറ്റിങ്ങിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എന്ന് മനസ്സിലാക്കണേ. ഇതൊന്നും മനസ്സിലാക്കാത്തതിൻ്റെ പരിഭവമാണ് നമ്മളൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എന്ന് പറയുന്നത്. കുട്ടിക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നീഡ് അഥവാ ആവശ്യങ്ങളുണ്ടാകും, കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ, ആവശ്യങ്ങൾ. മറ്റൊന്ന് വാണ്ട്, നമുക്ക് ആഗ്രഹം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. വാണ്ട് ഉണ്ടാവും, ആഗ്രഹങ്ങൾ, കുട്ടിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എല്ലാം ആഗ്രഹിക്കുന്നതും നമ്മൾ നിറവേറ്റി കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാരൻറ്റിങ്ങിന് ഒന്നാമത്തെ. അതാണ് ഫ്രണ്ട്സിൽ നിന്നും പാരൻസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കുട്ടി ആഗ്രഹിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ നിറവേറ്റി കൊടുക്കരുത്, മറിച്ച് കുട്ടിക്ക് ആവശ്യമുള്ളതിന് എല്ലാത്തിനെയും നമ്മൾ നിറവേറ്റി കൊടുക്കണം. ഒന്ന് ഉദാഹരണത്തിലേക്ക് വരാം. അഥവാ നമ്മളൊരു കുട്ടി പനി വന്നു, നല്ല ടെമ്പറേച്ചറിൽ പനിയാണ്, ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു നിർബന്ധമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ എടുത്താൽ പനി പെട്ടെന്ന് കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ട, ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് കുട്ടി കരഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് പറയാണ്, ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്താലേ മാറ്റം ഉണ്ടാവുള്ളൂ, മെഡിസിന് പെട്ടെന്ന് ഫലിക്കൂല, ഇഞ്ചക്ഷൻ തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് പറയാണ്, എൻ്റെ കുട്ടിക്ക് ഇഞ്ചക്ഷന് ആഗ്രഹമില്ല, ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷനോട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഇഞ്ചക്ഷൻ വേണ്ട എന്ന് നിങ്ങൾ പറയുമോ? ഒരിക്കലും പറയില്ല. അവിടെ നമ്മൾ ആവശ്യം എന്താണ്? ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളതാണ് ആവശ്യം. കുട്ടി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും, അവിടെയാണ് പോയിന്റ്, കുട്ടി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആവശ്യത്തെ സെലക്ട് ചെയ്തു. കാരണം അതാണ് ആ കുട്ടിക്ക് വേണ്ടതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോഴാണ് ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരിക, ആ കുട്ടി അപ്പോൾ ഇതിപ്പോൾ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിലൊക്കെ നടക്കും, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് വ്യത്യാസം. ഓക്കെ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഉദാഹരണം പറയാം, മത്സ്യങ്ങൾ തിന്നാത്ത കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറുപയർ തിന്നാത്ത കുട്ടികളൊക്കെ ഉണ്ട്.
കുട്ടിക്ക് ആഗ്രഹം ചെറുപയർ, ഓനിക്കത് വേണ്ട പോലണേന്ന് പറയും നമ്മൾ. ഓനിക്ക് വേണ്ടത് കൊടുത്താൽ പോരേന്ന് പറയും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റു പല വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ എന്തുമാവും, ഓൻ്റെ ആഗ്രഹം പോലെ ആയിക്കോട്ടണേന്ന് പറയും. പഠിക്കാൻ താല്പര്യമില്ല, കുട്ടി രാത്രി വേഗം ഉറങ്ങാണ്, ഇപ്പോൾ വല്യമ്മ ഓനെ പഠിപ്പിക്കണ്ടേ, ഒക്കെ ബുദ്ധിമുട്ടാവൂലേ, ഉറങ്ങിക്കോട്ട് എന്ന് പറഞ്ഞിട്ട് വിടുമോ നമ്മൾ? അങ്ങനെ വിട്ടാൽ അതാണ് ഫ്രണ്ട്സിൻ്റെ സ്വഭാവം. എൻ്റെ ഇഷ്ടത്തിന് പോയിക്കോളൂ എന്ന് പറയും. പക്ഷെ പേരൻറ്റിൻ്റെ സ്വഭാവം അങ്ങനെ ആവാൻ പാടില്ല. ആവശ്യത്തിന് എന്താണ് വേണ്ടത് അത് കൊടുക്കുന്ന രീതിയിലാവണം പേരൻ്റ് എന്ന് പറയുന്നത്. അത് അവനെ മനസ്സിലാക്കിപ്പിക്കണം. മത്സ്യം തിന്നാലുള്ള കാര്യങ്ങളെ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അതിനൊക്കെ മെത്തേഡുകളുണ്ടോ, അതൊന്നും വലിയ പണിയുള്ള കാര്യങ്ങളല്ല. എല്ലാം സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ നിർബന്ധമായി കൊണ്ടും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കുട്ടിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അതെന്താവുക, പൂർണ്ണാർത്ഥത്തിൽ സക്സസ് ആവുക. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു സെഷനിൽ ഇപ്പോൾ അത് സാധ്യമല്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടിയുടെ ആഗ്രഹങ്ങളും ഉണ്ടാവും, അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, കുട്ടിക്കിത് ചെയ്യൽ കൊണ്ട് നേട്ടം എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ നോക്കിയിട്ട് മാറ്റി ചെയ്ത് കൊടുക്കുക. അത് കുട്ടി ഉൾക്കൊള്ളുകയാണെങ്കിൽ പിന്നെ ഒരു ടെൻഷനും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. ഇൻഷാ അല്ലാഹ്, ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കാണാം. ഹസൻ റളിയല്ലാഹു അൻഹു തോന്നുന്നു മുട്ടുകുത്തി എഴിഞ്ഞ് നടക്കുന്ന പ്രായത്തിൽ സക്കാത്തിൻ്റെ ഒരു ഈത്തപ്പഴം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വായയിലേക്ക് ഇട്ടു, കഴിക്കാൻ നോക്കി. സമയത്ത് റസൂൽ ഓടി വന്നിട്ട് കുട്ടിയെ താക്കീത് ചെയ്തിട്ട് തൊള്ളയിൽ കൈയിട്ടിട്ട് വായിൽ കൈയിട്ടിട്ട് ആ ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമാണ് ഈത്തപ്പഴം തിന്നാൻ, പക്ഷെ അത് തിന്നാൻ പാടില്ല എന്നുള്ളത് കുട്ടിയെ പഠിപ്പിക്കുന്നു. പക്ഷേ കുരുവിയെ പിടിച്ച ഒരു സഹാബി വരുന്നുണ്ട്, ഒരു കുഞ്ഞു സഹാബി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലെ പക്ഷിക്കുഞ്ഞ് റസൂലിൻ്റെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഗിഫ്റ്റ് എനിക്ക് വേണ്ട, ഇത് അവിടെ തന്നെ കൊണ്ടുവെക്കൂ എന്ന് പറഞ്ഞ് റസൂൽ താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹത്തേക്കാൾ അവിടുത്തെ ആവശ്യവും അത്യാവശ്യമൊക്കെ റസൂൽ പരിഗണിക്കുകയാണ്. അത് കുട്ടിയെ പോസിറ്റീവായിട്ടേ ഫലിക്കുകയുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കിയാൽ. അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ ശത്രുവായിട്ടാണ് അവർ കാണുക. അപ്പം അവിടെ കമ്മ്യൂണിക്കേഷൻ, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത് തന്നെയാണ്. ബുദ്ധിപൂർവ്വം ഹിക്മത്ത് പൂർവ്വം കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊന്ന് നിങ്ങൾ അതേപോലെ തന്നെ നീഡ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലവ് ആൻഡ് സപ്പോർട്ട്. മക്കളെ സ്നേഹിക്കണം. ആഹാ, ഉമ്മാക്കും ബാപ്പാക്കും മക്കളെ സ്നേഹമില്ലാണ്ട് ഉസ്താദേ എന്ന് ഒരിക്കലും നിങ്ങൾ ചോദിക്കണ്ട. സ്നേഹിക്കുന്നത് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കാർക്കും ഇല്ലാതെ പോകുന്നതാണ്. നമ്മൾ സ്നേഹിക്കും, പക്ഷെ അത് തുറന്ന് പറയൂല, തുറന്ന് കാണിക്കൂല. ബാപ്പയും ഉമ്മയൊക്കെ ഉറങ്ങുന്ന സമയത്ത് കവളത്ത് പോയിട്ട് മുത്തം കൊടുക്കും. സംഭവം സ്നേഹമുള്ളതുകൊണ്ടാണ്, ഓക്കെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ബോധമുള്ള കുട്ടി, ഉണർവിലുണ്ട കുട്ടിയുടെ കവളത്ത് മുത്തം കൊടുക്കൂ. അപ്പോഴാണ് കുട്ടിക്ക് തിരിയുക, എൻ്റെ ബാപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എന്നെ സ്നേഹമുണ്ട്. ഒരു കുട്ടിക്ക് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 2 വിശപ്പുകളുണ്ട്. വിശപ്പ് അതിൻ്റെ ഒരു ഭാഷയാണ്. ഹംഗ്രി, ഒന്ന് ടച്ചാണ്, ടച്ച് ഹംഗ്രി എന്നാണ് പറയുക. അതായത് ഒരാൾ സ്പർശിക്കുക, ഒരു കൂട്ടിപ്പിടിക്കുക, സങ്കടം വരുമ്പോൾ കൂട്ടിപ്പിടിക്കുക, ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ലവ് ആൻഡ് സപ്പോർട്ട്. ടച്ച്, സമാധാനിപ്പിക്കുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ട പുറത്ത് തട്ടിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സമാധാനം പ്രായമായവർക്കൊക്കെ ഏറ്റവും പ്രധാനമാണത്. നമ്മൾ ഒരു 2 മിനിറ്റ് അവരടുത്ത് ഇരുന്നിട്ട് കവളത്തൊക്കെ തൊട്ട് വല്യമ്മക്ക് പറഞ്ഞൊന്ന് കവളത്തൊക്കെ ഇങ്ങനെ പിടിച്ചങ്ങനെ കുളിക്കാനില്ല, എന്തോരം നല്ല മോനാന്ന് പറയും. വേറെ ഒന്നും നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതുമാത്രം ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട്, അതാണ് ടച്ച്. മറ്റൊന്ന് റെക്കഗ്നേഷനാണ്, അവർ പരിഗണിക്കുക എന്നുള്ളതാണ്. പലർക്കും ഇല്ലാതെ പോകുന്നതാണത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടിയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം, അഭിപ്രായങ്ങൾ ചോദിക്കണം. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആരൊക്കെ വിളിക്കും, വെറുതെ ചോദിക്കന്നെ. അവർ വലിയ ആൾക്കാരായിട്ട് തോന്നുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അതിനാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത്. സ്കൂൾ അവസ്ഥകൾ ചോദിക്കണം. അതിനൊന്നും നമുക്ക് സമയം കിട്ടണില്ല എന്നുള്ളതാണ്. കാരണം കുട്ടി വരുന്ന സമയത്ത് നമ്മൾ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലായിരിക്കും. വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്നിച്ചിരിക്കണം. എന്നിട്ട് കുട്ടിയെ പരിഗണിക്കുന്ന രീതിയിൽ ഒരുപാട് ചോദിക്കണം. എന്നിട്ട് ഷെയ്ക്കാൻഡും കവളത്ത് മുത്തവും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോഴാണ് കുട്ടിക്ക് തിരിയുക, ഓ, ലവ് ആൻഡ് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും എന്നെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട്. ഇത് 12 വയസ്സിന് മുമ്പല്ല, അതിന് ശേഷവും. അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ നിലവിൽ മൊറോക്കോയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൊറോക്കോയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, ആഫ്രിക്കയിലാണ് വരുന്ന സന്ദർഭത്തിൽ, എയർപോർട്ടിൽ വെച്ച് ഉമ്മയെ കണ്ടു, പുറത്തുനിന്ന് ഹഗ് ചെയ്തു, കിസ്സൊക്കെ കൊടുത്തിട്ട് എയർപോർട്ടിൽ കയറിയ ശേഷം ഒരു കോൾ വരുന്നത്, ഒന്നുകൂടെ ഉമ്മക്ക് കാണാൻ ആഗ്രഹമുണ്ട് വരുമോ. അപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും ഞാൻ ബാഗൊക്കെ ലഗേജൊക്കെ എടുത്തിട്ട് ഉമ്മൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് വീണ്ടൊരു മുത്തം തരാണ്. വല്ലാത്തൊരു ഫീലിങ്. കാരണം
എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും ഉമ്മ വീണ്ടും വന്നിട്ടുണ്ടാവുക. ഉള്ളിൽ കയറണമെങ്കിൽ ഒരു പാസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൊടുത്തിട്ട് വീണ്ടും കാണണം എന്നുള്ളൊരു പൂതിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉൾക്കൊള്ളാണ്, ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന സ്നേഹങ്ങളല്ലേ, കളങ്കമില്ലാത്ത സ്നേഹങ്ങളല്ലേ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വസ്തുതയാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കണ്ട, ഒരുപാട് പേടിക്കേണ്ടതില്ല. ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നാത്ത സമയത്താണ് ബസ്സിലൂടെ കണ്ടക്ടർ ഒന്ന് ചിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. പരിഗണന അവളിൽ നിന്ന് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ അവളിലേക്ക് പോകുന്നു. നമ്മുടെ ചങ്ങാതിമാരോടെല്ലാം തുറന്നു പറയും, അങ്ങനെയാണല്ലോ, എല്ലാം സുഹൃത്തുക്കളോട് പറയും. കാരണം അവരിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അവരിൽ നിന്ന് സ്നേഹവും കിട്ടുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു വിഷയത്തിന് തോൽക്കുമ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്യണത്. കാരണം അള്ളാഹ് വാപ്പാൻ്റെ അടുത്ത് പോയാൽ വാപ്പാനെ കുത്തിക്കൊല്ലും, അതിന് മുമ്പ് ഞാൻ തന്നെ തൂങ്ങി ചാവാം. അതാണ് അവസ്ഥ, നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ചും. അപ്പം വളരെ വിഷയമാണിത്. സപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടിയെ പരിഗണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒരു വിഷയത്തിനൊക്കെ തോറ്റോട്ടെ, എന്താ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ലവ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം അവർ തുറന്നു പറയും. പൊതുവെ നാട്ടും പുറത്തൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഒളിച്ചോടിപ്പോയാൽ ഏറ്റവും ലാസ്റ്റ് അറിയുന്നത് ആ കുട്ടീൻ്റെ ഉമ്മയായിരിക്കും. ബാക്കി എല്ലാവരും നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ആ ഉമ്മ അറിയുന്നുണ്ടാവുക. അവസ്ഥ ചിന്തിച്ച് നോക്കിയേ, ആ കുട്ടിക്ക് ഫസ്റ്റ് തുറന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഉമ്മയും ബാപ്പയും ആവണം. അതിനാണ് ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. ഒരു നമ്മളെ പാരൻറ്റിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞ കമ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണെന്നുള്ളതാണ്. കുട്ടിയോട് പറയാണ്, നീ എന്താ ഇങ്ങനെ, ആ കുട്ടിയെ നോക്കി പഠിക്കുക. ഉമ്മ തന്നെ പറയാണ്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ നോക്കി പഠിക്കുക, എൻ്റെ അനിയൻ ഉഷാറാണല്ലോ, നീ എന്താ ഇങ്ങനെ. ടീച്ചർ സ്കൂളിൽ പോയാൽ പറയാണ്, ഇവനെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ളൂ. ഇങ്ങനെ കുട്ടിയുടെ വ്യക്തിത്വത്തെ കൊല്ലുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളെ കുഴിച്ചു മൂടുക, വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. നമ്മൾ മറ്റൊരാളിലേക്ക് നോക്കേണ്ട, നമ്മുടെ കുട്ടിയെ നമ്മളെ കുട്ടിയായിട്ട് വളർത്തുക. ഓരോ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് തന്നെയാണ്. അപ്പോൾ ആ കുട്ടിക്കുള്ള ഒരു കഴിവുണ്ടാകും, ആ കുട്ടിക്കുള്ള ഒരു വിഷയമുണ്ടാകും. അതിനെ ആ കുട്ടിയെ മൗൾഡ് ചെയ്ത് ഉഷാറാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഉള്ള ഏറ്റവും പോരായ്മ അതാണ്. പറഞ്ഞ സങ്കടം വന്ന് കരഞ്ഞു പോകും. കാരണം സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പാടാണ്. നമ്മുടെ കാട്ടിൽ ഒരു മത്സരം വെച്ചു, കുരങ്ങിനെ മരം കയറുക എന്നുള്ളതാണ് ഇന്നത്തെ പാഠം. കാട്ടിൽ നടന്ന മത്സരമായിട്ട് കണക്കാക്കുക. മരം കയറുക, എങ്ങനെ മരം കയറണം. ആനയുണ്ട്, മുയലുണ്ട്, ജിറാഫൊക്കെ ഉണ്ട്. പക്ഷേ ക്ലാസ്സിൽ ഉഷാറായിട്ട് മരം കയറിയത് കുരങ്ങാണ്. കാരണം കുരങ്ങൻ്റെ വാസന അതാണ്. കുരങ്ങ് ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തിലേക്കൊക്കെ ചാടിക്കയറി പാഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ആനക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ആവാൻ വേണ്ടി പറ്റണില്ലല്ലോ. ജിറാഫിന് അതിനേക്കാൾ സങ്കടം, മുയലിന് അതിനേക്കാൾ സങ്കടം. ഇതാണ് നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നത്. ഏതോ ഒരു വിഷയത്തിൽ ഒരു കുട്ടി ഉഷാറ്, ബാക്കി എല്ലാവരും അവനെ നോക്കി സങ്കടപ്പെടുക, അവനോട് അസൂയപ്പെടുക, അവനെ ശത്രുവായിട്ട് കാണുക. അതിനെ നമ്മുടെ രക്ഷിതാക്കളും മാതാപിതാക്കളൊക്കെ അങ്ങനത്തെ ഒരു ചിന്തകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ലാസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠന മേഖല തന്നെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പരീക്ഷകൾ പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് പഠനത്തിൽ. ഫിൻലാൻഡൊക്കെ നമ്മൾ അങ്ങനെ വിശദീകരിച്ച് പറയണില്ല. എക്സാമുകളൊന്നുമില്ല, ക്ലാസ് റൂം എക്സാമുകളില്ല വെച്ചാൽ ഒരു സ്ട്രിക്റ്റ് എക്സാമുകളിൽ കാര്യങ്ങളില്ല, സിലബസുകളില്ല, ഹോംവർക്കുകൾ കുറവാണ്. അങ്ങനെ ഒരുപാട് രീതി. സിലബസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും വേണ്ട രീതിയിലുണ്ട്, പക്ഷേ ഒരു സങ്കീർണമാക്കുന്നില്ല. കുട്ടിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പഠിക്കാനുള്ള അവസരം ഈ 12 വയസ്സിന് മുമ്പൊക്കെ അവർ കൊടുക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി സംരംഭങ്ങളായിട്ട് അവർ മാറുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിലെ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് നേരം വീഡിയോ കാണുമ്പോൾ ബോറടിക്കുമല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ടൊരു വിഷയം, നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ ഉഷാറായിട്ട് പഠിക്കും. സ്വാഭാവികമാണ്, ഏറെക്കുറയും. കാരണം പെൺകുട്ടികളുടെ ഇടതുഭാഗത്തിൻ്റെ തലച്ചോറിൻ്റെ ലെഫ്റ്റ് സൈഡാണ് വളരുന്നത് എന്നുള്ളതാണ് ആദ്യ സമയത്ത്. ആ സമയത്ത് വളരുമ്പോൾ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, ഈ പഠിക്കുക, A ഫോർ ആപ്പിൾ, B ഫോർ ബനാന, അതൊക്കെ പഠിക്കാനുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും, കുട്ടികൾ ഉഷാറായിരിക്കും. എന്നാൽ ആൺകുട്ടികളുടെ റൈറ്റ് സൈഡാണ് വളരുക. മനസ്സിലാക്കണം. അതിൽ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ, തിയറികൾ പഠിക്കുന്നതിനേക്കാൾ കുട്ടികൾ ഇങ്ങനെ ചാടിക്കളിക്കാൻ, ഒരു കളിപ്പാട്ടം കിട്ടിയാൽ, ഒരു ടോയ്സ് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നോക്കാനുള്ളൊരു ജിജ്ഞാസയായിരിക്കും ആൺകുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ക്ലാസ് റൂമിലൊരു ടീച്ചർ കാണാണ്. അപ്പം ഇവനൊക്കെ ഉഷാറാണ്, ഇവൻ ഭയങ്കര ഒരു തുറക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാട, തോണ്ട, പിടിക്കുക, അങ്ങനെ.
അപ്പോൾ അടുത്ത പേരൻസ് മീറ്റിങ്ങിൽ കുട്ടികൾ ഈ പെൺകുട്ടികൾ ഓൾ ഉഷാറാണ്, ഒരു വീട്ടിൽ തന്നെ ഇരട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവൻ ഉഷാറാണ്, ഇവൻ തീരെ പോരാന്ന് പറയും. സത്യത്തിൽ ഇവൻ്റെ ബ്രെയിൻ അങ്ങനെയാണുള്ളത് ഈ പ്രായത്തിൽ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ടീച്ചർമാർക്കും കഴിയില്ല, നമുക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ പറയാതെ പഠിക്കുന്നതിൽ ഓൻ ഉഷാറാ, ഇവളാ ഉഷാറ്, പഠിക്കുന്നതിൽ ഓന് ആകെ കുഴപ്പമാണ്, ഇവൾ ഉഷാറാണെന്ന് പറയും. ഇത് ഈ കുട്ടി ആദ്യം കേൾക്കുകയാണ്. പിന്നെ ഈ കുട്ടി ജീവിതത്തിൽ ഇനി പഠിക്കാൻ തോന്നോ, പഠിച്ചാൽ തന്നെ ആവോ? വല്ലാത്ത പ്രയാസമാണിത്. ഇനി ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കിട്ടണത് എന്നുള്ളതാണ്. ഒരുപാട് അക്കാദമിക് സ്കില്ലുകൾ കിട്ടുന്നു, എന്നിട്ട് ജീവിതത്തിൽ അവർ വിജയിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. ഒരു ഫസ്റ്റ് റാങ്കും ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടിക്ക് ട്രോഫി കൊടുക്കുന്ന വേദിയിലേക്ക് വിളിച്ചിട്ട് 2 മിനിറ്റ് ഒരു നന്ദി പ്രഭാഷണം നടത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് കുട്ടി പറയണത്. അപ്പം പിന്നെ ഇതിനെക്കൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ്? ഒരാളോട് എങ്ങനെ പെരുമാറണം, വഴിയരികിൽ നിൽക്കുന്ന ഒരു വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് അറിയാത്ത, ഒരാളുടെ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത, ഒരാളുടെ സങ്കടത്തിൽ എങ്ങനെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നറിയാത്ത ഉമ്മാക്ക് വളരെ ശക്തിയായ പനി വന്നിട്ട് വിറക്കണ സമയത്ത് കുട്ടി നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ എന്ത് സ്വഭാവ രൂപീകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ട് ലഭ്യമാകുന്നത്? അവിടെ എക്സാം മാറ്റി വെച്ച് പൊന്നുമ്മാനെ നോക്കേണ്ട ഒരു ബോധം വരണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഇത്തരത്തിലുള്ളൊരു എന്നിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഗൾഫിലേക്ക് കയറും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുറഞ്ഞ പക്ഷം എവിടെയെങ്കിലും എത്തി. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് സേനും തീറ്റും കോഴ്സൊക്കെ പഠിച്ചിട്ട് SLC ആണെങ്കിൽ ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ട് അടുത്ത ചോദ്യം വാങ്ങിയിട്ട് എന്താകുന്നു? അപ്പോൾ അവിടെ വല്ലാത്തൊരു ഫാൾട്ട് നമ്മുടെ പലയിടത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സ്വതന്ത്രനായി വളരെ ഉഷാറായി ഒരുപാട് കഴിവുകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വളർത്തിയെടുക്കുന്നിടത്തേക്കാണ് നമ്മൾ മാറേണ്ടത്. ഓക്കെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വാണ്ടും നീടും മനസ്സിലാക്കിയിട്ട്, മറ്റൊന്ന് ലവ് ആൻഡ് സപ്പോർട്ട് കൊടുത്തിട്ട്, മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം കുട്ടിയെ പരസ്പരം കമ്പയർ ചെയ്യാതെ കുട്ടിയായിട്ട് വളരാനുള്ള ഒരു അവസരങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ മക്കളൊക്കെ ഉഷാറാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ഏറ്റവും നല്ല മക്കളാക്കി മാറ്റട്ടെ. നാളെയും കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ. ആമീൻ. നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾ സ്വതന്ത്രരായി ഒരുപാട് കഴിവുള്ള, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മക്കളായി മാറണം. അതിന് രക്ഷിതാക്കളുടെ സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പഠനം ഉൾപ്പെടെ അവരുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിലാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലത്ത് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് എക്സാം എഴുതുന്ന രീതിയൊന്നും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട്, ഗൂഗിളിലുണ്ട്. അറിവിനൊരു കുറവുമില്ല. പക്ഷേ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അതെങ്ങനെ ഒരാളെ ഫലിപ്പിക്കണം, ഒരാളോട് മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ സംസാരിക്കണം, സമയം എങ്ങനെ വിനിയോഗിക്കണം തുടങ്ങി അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ് സ്കില്ലുകൾ എന്നാണ് പറയുക. പഠിച്ചെടുക്കുന്നതിനേക്കാൾ മനുഷ്യനായി മാറാനുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, കുൻ റജുലൻ, നീ ഒരു മനുഷ്യനാവുക, ഒരു യഥാർത്ഥ മനുഷ്യനാവുക. അപ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യനാവണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകളൊക്കെയാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. എന്നാലേ 4 ആൾക്കാർ ആ കുട്ടിയെ പരിഗണിക്കുകയുള്ളൂ, 4 ആൾക്കാർ അവനോട് സ്നേഹം കാണിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആവാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുക. ഒരു എണ്ണയിട്ട മെഷീനുകളെപ്പോലെ, യന്ത്രങ്ങളെപ്പോലെ ചലിക്കുന്ന മക്കളാക്കാതെ പ്രകൃതിയും മനസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു മക്കളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ മാറണം. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എജു ഗാർഡൻ വളരെ വിശാലമായ രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.